അപ്പോ നമുക്കിന്ന് ഡേ 3 ആയാലോ. ഇന്ന് മുതല് നമ്മളുടെ സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗെയിം ഒക്കെ നടക്കുന്നത് നമ്മുടെ നെലമംഗലയിലെ പബ്ലിക് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ സപ്പോർട്ടേഴ്സ് ആയ സ്റ്റുഡൻസ് ഒക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ദിവസത്തെ സ്പോർട്സ് കൂടെ ആയിട്ടാ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റ് ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പൊ ക്രിക്കറ്റ് ആണ് ഫസ്റ്റ് ഗെയിം ആയിട്ട് വരുന്നത്. ഇന്നത്തെ പോലെയും ബാച്ച് വൈസ് ആയിട്ടായിരുന്നു കേട്ടോ ഗെയിം. അതായത് ഇപ്പൊ സെക്കൻഡ് ഇയേഴ്സും ഫോർത്ത് ഇയേഴ്സും കൂടെ കളിക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ ലൂസ് ആവുമല്ലോ. അത് കഴിഞ്ഞ് തേർഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സും കൂടെ കളിച്ചു. അതിൽ ഒരാൾ ലൂസ് ആകുമ്പോൾ ഈ ലൂസേഴ്സ് തമ്മിൽ ഒരു മാച്ച്. അപ്പൊ ആ ഒരു മാച്ചിൽ ആരാണോ ജയിക്കുന്നത് അവർക്കാട്ടോ തേർഡ് പ്ലേസ് കിട്ടുന്നത്. പിന്നെ ഈ ബാച്ചേഴ്സ് ആയിട്ട് 2 പ്രാവശ്യം കളിച്ചപ്പോഴും ഓരോ ടീമിൽ നിന്ന് ഓരോ വിന്നേഴ്സ് വീതം ഇല്ലായിരുന്നു. അപ്പോ അതുപോലെ തന്നെ ആ വിന്നേഴ്സ് വെച്ചൊരു മാച്ച് ചെയ്യുമ്പോൾ അതിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഫസ്റ്റ് പ്ലേസ്, അതിൽ രണ്ടാമത് വരുന്ന ആൾക്ക് സെക്കൻഡ് പ്ലേസും ആയിട്ടോ കിട്ടുന്നത്. പിന്നെ ഈ വെയിലത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നവരെ കാട്ടി ക്ഷീണം നമുക്ക് ഈ കാണികൾക്കാണ്. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ പോയി സംഭാരമൊക്കെ വാങ്ങിയിട്ട് വരികയാണ് കുടിക്കാൻ വേണ്ടി. മാച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി കോളേജിൽ പോയി വേണം ഫുഡ് കഴിക്കാൻ. അതിനാൽ നമ്മൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ന് ഹോസ്റ്റലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ലെമൺ റൈസ് ആയതുകൊണ്ട് നമ്മൾ ആരും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് ഇന്ന് നല്ല വിശപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ എത്തിട്ടോ. ക്രിക്കറ്റ് ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. ക്രിക്കറ്റിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് നമ്മളുടെ സീനിയേഴ്സിനാട്ടോ. സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് ഇയേഴ്സിനാണെന്ന് തോന്നുന്നു. പിന്നെ തേർഡ് പ്രൈസ് നമ്മളുടെ ബാച്ചർക്കാണ് കിട്ടിയത്. നമ്മളാണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോ അടുത്ത ഗെയിമായ തഗ് ഓഫ് വാർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ പിള്ളേർ ആദ്യം ഒന്ന് വീണെങ്കിൽ അവരത് വിട്ടുകൊടുത്തിട്ടില്ലേ. ഓരോ പേരായിട്ട് ബാച്ച് വൈസ് ഗെയിം കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കൂടാതെ ഓരോ ബാച്ചിന്റെ കൂടെയും അവരുടെ ക്ലാസ് കോർഡിനേറ്റേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഓരോ ടീമിന് 2 ടീച്ചേഴ്സിനെയോ സ്റ്റാഫിനെയോ വെച്ചിട്ടായിരുന്നു കേട്ടോ കൊടുത്തേക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഫൈനൽസ് ആയേ നമുക്ക് തന്നെ കേട്ടോ അത് കിട്ടിയേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പോർട്സിന്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ ഡേ 4 ആയിട്ട് കാണാവേ. സോ ബൈ.